ഹലോ ഗെയ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരത്തേക്ക് വരിക കേട്ടോ. രാവിലെ 8 മണിക്ക് ഇറങ്ങിയായിരുന്നേ. അങ്ങനെ എണ്ണ അടിക്കാൻ കയറിയപ്പോൾ ഒരാനയും വണ്ടി നിൽക്കുന്നത് കണ്ട് അതാണ് വീഡിയോ എടുത്തത്. അതാണ് ഞങ്ങളിവിടെ നിന്ന് ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ആന ഇങ്ങനെ ഇളകി ഇളകി കളിക്കുന്നത് എന്താ അറിയോ, അവിടെ പെട്രോൾ പമ്പിൽ ഒരു ചേട്ടൻ കയറി അതിനെ തൊടാനൊക്കെ നോക്കി, എന്തോ വിഡിത്തം ചെയ്ത് വെക്കാമെന്ന് ഞാൻ ഓർത്തേ. അങ്ങനെ എല്ലാവരും കൂടെ വഴക്കൊക്കെ പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ ബാലരാമപുരം എത്തിയിട്ടുണ്ട്. ബാലരാമപുരം എത്തിയപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കയറി. രാവിലെ നൈസായിട്ട് കഴിച്ചിറങ്ങിയത് കൊണ്ട് ഹെവി ആയിട്ട് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും 12 മണിയായി. ചോറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതുപോലെ പൊറാട്ടയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കഴിക്കാമെന്ന് ഓർത്തു. അങ്ങനെ കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഗേറ്റ് അടവ് നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇറങ്ങി നിന്ന് കേട്ടോ. സൈഡോട്ട് മാറി നിന്നു. എന്തായാലും അത് ഓപ്പൺ ചെയ്യുമ്പോൾ പോകാമെന്നും പറഞ്ഞ് സൈഡോട്ട് മാറി നിന്ന് അതിൻ്റെ ഇടയ്ക്ക് ലിയമോൾ കളിക്കുന്നുണ്ട്. ഈ ഗേറ്റ് ഒന്ന് കടന്ന് കിട്ടിയാൽ ഞങ്ങൾ വീടെത്തും. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, തറവാട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ലിയമോളും ഇവിടെ കുറച്ച് സമയം ഇരുന്ന് ഒന്ന് ഫ്രഷ് ആവണം. ഇവിടെ നിന്നല്ല, ഇത് തറവാടാണ്. നേരെ ഞങ്ങൾ മാമൻ്റെ വീട്ടിലോട്ട് പോവേ ഫ്രഷ് ആവാനൊക്കെ. അപ്പോൾ ലിയമോൾ എന്തൊക്കെയോ എത്തിയപ്പോൾ ആരുമില്ല, അങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുകയാണ്. എന്നോടിങ്ങനെ സംസാരിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലിയമോൾ അവളേതായ ഭാഷയിൽ. ലിയമോൾ മൂക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടോ. നമ്മൾ എന്തെങ്കിലും മണക്കുമ്പോൾ അയ്യോ മണക്കുന്നു അങ്ങനെ പറയുമല്ലോ, അതുപോലെ ലിയമോൾ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്തോ മണക്കുന്നു എന്നുള്ള രീതിക്ക് മൂക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണിക്കുന്ന എല്ലാം അനുകരിക്കും കേട്ടോ അവൾ. അങ്ങനെ അത് കഴിഞ്ഞ് തറവാട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ളൊരു കടയിൽ പോയി ഞങ്ങൾ ലൈം കുടിച്ചിരുന്നു. പൊറോട്ട എന്ന് പറയുന്നൊരു സംഭവം ഞങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും കഴിക്കേണ്ടി വന്നതാണ്. അങ്ങനെ അതൊന്ന് എന്താ പറയുക, ഒന്ന് റെഡിയാവാൻ വേണ്ടി ഞങ്ങളൊരു ലൈം കുടിച്ചു. അതും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ വരുമ്പോൾ കായലാണ് കേട്ടോ ഇത്. അതിൽ എനിക്ക് തോന്നുന്നു ഇതിറ്റുങ്ങളൊക്കെ ഇതിൽ കൊണ്ടിട്ടതേ ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പശുക്കുട്ടിയാണോ പോത്തുംകുട്ടിയാണോ എന്ന് എനിക്ക് പറയാനറിയില്ല. പശുവാന്ന് തോന്നുന്നു, പശുവാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ലിയമോളെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ജനൽ പിടിച്ച് തൂങ്ങലാണ് ഇവിടെ വന്നാലുള്ള പരിപാടി. അതെവിടെയാണെങ്കിലും അതുപോലെ തന്നെ, പക്ഷേ ഇവിടെ വന്നാൽ അവൾക്ക് കറക്റ്റ് സ്പോട്ട് അറിയാം. അങ്ങനെ ഞാൻ ജനലെല്ലാം ക്ലീൻ ചെയ്തിടുകയാണ്. അവളെ വൈപ്സ് വെച്ച് ക്ലീൻ ചെയ്തിടുകയാണ്. കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. എത്രയാണെങ്കിലും അവൾ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ലിയമോൾക്ക് ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉറക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇവിടെ മഴ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിടന്നുണ്ട്, ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ്. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഏകദേശം 4 മണിയായിരുന്നു. അങ്ങനെ നല്ല മഴ പെയ്തായിരുന്നു കേട്ടോ. ഇനിയും പെയ്യാനിരിക്കുന്നു. ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. ഇതിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാത്തത്. അതിൻ്റെ ഇടയിൽ മാമനും സിദ്ധും ഒക്കെ ലിയമോളെ കളിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 5:30 ആയപ്പോൾ അവിൽ കഴിക്കുകയാണ്. അവിൽ കഴിച്ചിട്ട് ഞാൻ കുറേ കാലമായി കേട്ടോ. ഇത് നനച്ച അവിലാണ്. വെല്ലവും അതായത് ശർക്കരയും തേങ്ങയും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിക്കുകയാണ്. ലിയമോൾ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന നിലക്ക് എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ മാത്രമേ ഇടാൻ പറ്റാറുള്ളൂ. പിന്നെ എവിടെയെങ്കിലും പോകുന്നതും വരുന്നതൊക്കെ ഇടാൻ പറ്റാറുള്ളൂ. അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് മാത്രം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്ന് വൈകിട്ടൊരു ബാഡ് ന്യൂസും കൂടെ അറിഞ്ഞപ്പോൾ ആ മൂഡങ്ങ് പോയി. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചല്ലേ. നമ്മളെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ.